കൊന്നത്തടി കൊമ്പൊടിഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ 4 പേർ വീടിന് തീപിടിച്ച് മരിച്ച സംഭവം നടന്ന് 1 വർഷം പിന്നിടുമ്പോഴും ദുരൂഹത നീക്കിയിട്ടില്ലെന്നാരോപിച്ച് ഈ മാസം 9-ന് ജനകീയ സമിതി ജില്ലാ പോലീസ് സൂപ്രണ്ട് ഓഫീസിലേക്ക് പ്രതിഷേധ റാലി നടത്തും. സംഭവം നടന്ന നാളുകൾ പിന്നിട്ടിട്ടും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങും എത്തിയിട്ടില്ലെന്ന് ജനകീയ സമിതി ആരോപിക്കുന്നു. മെയ് 9-ന് പണിക്കൻകുടിയിൽ മരണപ്പെട്ടവരെ അനുസ്മരിച്ച് യോഗവും നടക്കുമെന്ന് ജനകീയ സമിതി അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ വർഷം മെയ് 9-നായിരുന്നു കൊന്നത്തടി കൊമ്പൊടിഞ്ഞാലിൽ തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ, മക്കളായ അഭിനന്ദ്, അഭിനവ്, ശുഭയുടെ മാതാവ് പൊന്നമ്മ എന്നിവരെ വീടിനുള്ളിൽ വെന്തുമരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന് തീപിടിച്ചുണ്ടായ ദുരന്തത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയം മരിച്ച ശുഭയുടെ ബന്ധുക്കളടക്കം ജനകീയ സമിതിയും ആദ്യഘട്ടം മുതൽ മുമ്പോട്ട് വെച്ചിരുന്നു. എന്നാൽ സംഭവം നടന്ന 1 വർഷം പിന്നിടുമ്പോഴും അന്വേഷണം എങ്ങുമെത്തിയില്ലെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. ഈ സാഹചര്യത്തിലാണ് സംഭവത്തിന്റെ ദുരൂഹത അഴിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി ഈ മാസം 9-ന് ജില്ലാ പോലീസ് സൂപ്രണ്ട് ഓഫീസിലേക്ക് പ്രതിഷേധ റാലി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. മെയ് 9-ന് പണിക്കൻകുടിയിൽ മരണപ്പെട്ടവരെ അനുസ്മരിച്ച് യോഗവും നടക്കുമെന്ന ജനകീയ സമിതി അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത് എങ്ങനെ ഈ ആളുകൾ മരണപ്പെട്ടു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനം ഇതുവരെ പോലീസുകാർ പറഞ്ഞിട്ടില്ല. ആത്മഹത്യയാണെന്നോ അല്ലെങ്കിൽ കരളിൽ ഷോർട്ട് സർക്യൂട്ട് മൂലമാണെന്നോ അല്ലെങ്കിൽ ഒരു കൊലപാതകമാണെന്നോ എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഈ 9-ാം തീയതി അവരുടെ അനുസ്മരണവും ഒപ്പം തന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഓഫീസിലേക്ക് പ്രതിഷേധ റാലിയും കൂടെ സംഘടിപ്പിക്കുകയാണ്. കേസിന്റെ തുടരന്വേഷണം മുമ്പ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു. കേസ് അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുമ്പ് ജനകീയ സമിതി ഹർത്താലടക്കം നടത്തിയിട്ടുണ്ട്. 4 പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തമുണ്ടായതെങ്ങനെ, ഒരു മൃതദേഹമൊഴികെ മറ്റ് മൃതദേഹങ്ങൾ പൂർണ്ണമായി തന്നെ കത്തിച്ചാമ്പലായതെങ്ങനെ തുടങ്ങി വിവിധ സംശയങ്ങൾ ജനകീയ സമിതി മുമ്പോട്ട് വയ്ക്കുന്നു. ഒപ്പം സംഭവത്തിൽ മറ്റ് ചില ദുരൂഹതകൾ ഉള്ളതായും ജനകീയ സമിതി ആരോപിക്കുന്നു. ഇക്കാര്യങ്ങളിലൊക്കെയും വസ്തുപരമായ അന്വേഷണം വേണമെന്നാണ് ജനകീയ സമിതിയുടെ ആവശ്യം. അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജനകീയ സമിതി ഭാരവാഹികളായ അനിൽ ദേവസ്യ, വിനോദ് കറുകപ്പിള്ളിൽ, ഷാജി ചേലാമറ്റം, കൊന്നത്തടി പഞ്ചായത്ത് അംഗം വിൽസൺ കള്ളിക്കൽ, ഗിരീഷ് വയലുങ്കൽ, ഷിജി ഗിരീഷ് എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി.